ലിസി ആശുപത്രിയിൽ ക്യാൻസർ രോഗിക്കും ഭർത്താവിനുമുണ്ടായ ദുരനുഭവം. എറണാകുളം ലിസി ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ 19-ാം തീയതി തന്റെ ക്യാൻസർ രോഗിയായ ഭാര്യയുടെ ചികിത്സാർത്ഥം ഒപ്പം പോയ ആലുവ സ്വദേശിയായ ജോയ് ആന്റണിക്കുണ്ടായ അനുഭവം കേൾക്കുക. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് ജോയ് ആന്റണി എന്നാണ്. ഞാനിപ്പോ വിളിച്ചത് നമ്മുടെ എറണാകുളം ലിസി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. ലിസി ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന ഒരു ഗുണ്ടാഴ്ചത്തെ കുറിച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ ഇന്ന് സാമ്പത്തിക പിടുങ്ങുന്നതിനെ കുറിച്ചും എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പങ്കുവെക്കുന്നതാണ്. എന്റെ വൈഫിനെ സുഖമില്ലാതെ ക്യാൻസർ രോഗിയായിട്ട് ഇന്നലെ ഞാൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഞാനും എന്റെ വൈഫും കൂടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞു യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട്, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് എഗ്രി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് അവര് എന്റെ വൈഫിനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു വ്യാജ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ അജിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതെങ്ങനെ പറയാൻ പറ്റും വ്യാജമാണെന്ന്? അദ്ദേഹം കാർഡിയോളജിസ്റ്റ് അല്ല. പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിയായിരുന്നു. അദ്ദേഹത്തിന് MBBS മാത്രമേ ഉള്ളൂ. MBBS മാത്രമേ ഉള്ളൂ. DM കാർഡിയോളജിയോ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പറയുന്ന ഈ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് അല്ല, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. നിങ്ങൾ കാർഡിയോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജെന്യുവൻ ആയിട്ട് എന്റെ ആവശ്യം അവിടെ ഉന്നയിച്ചു. അപ്പൊ അവര് എന്നോട് വളരെയധികം തർക്കിച്ചു. ഞാനും തർക്കിച്ചു. മാന്യമായ ഭാഷയിലൂടെയും സഭ്യമായ ഭാഷയിലൂടെയും എന്റെ പ്രൊട്ടസ്റ്റ് ഞാൻ രേഖപ്പെടുത്തി. നിങ്ങൾ ഇവിടെ വരുന്ന പേഷ്യൻസിനെ പറ്റിച്ചിട്ട് കാർഡിയോളജിസ്റ്റ് അല്ലാത്ത ഒരു ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. ധാരാളം കാർഡിയോളജിസ്റ്റുമാരുണ്ടല്ലോ, വളരെ ക്വാളിഫൈഡും പ്രഗത്ഭരായ ഹോസ്പിറ്റലാണ്. അതെ, ജോസ് ചാക്കോ പരിയവറം പോലെയുള്ള അദ്ദേഹത്തെ നമ്മൾ കാണാൻ ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം സർജനാണ്. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആയിട്ട് കൺസൾട്ടേഷൻ നടത്തുന്നു. ഇഞ്ചറിക്ക് മുമ്പുള്ള ഒരു കാർഡിയാക് ഫിറ്റ്നസിന് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാണാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വൈഫിന് കാർഡിയാക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ റെഫർ ചെയ്ത് പേപ്പർ തന്നു. കാർഡിയോളജിസ്റ്റിൽ ഇന്ന ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന് കാർഡിയോളജിസ്റ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ കാണാൻ പറഞ്ഞിട്ട് എഴുതി തന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല, ഡോക്ടർ അജിത്തിനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പറഞ്ഞു, എനിക്ക് എന്റെ വൈഫിനെ അജിത്തിനെ കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അദ്ദേഹം വെറും MBBS മാത്രമുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് അല്ല. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ജനങ്ങളെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു ലജ്ജാകരമായിട്ടുള്ളൊരു അവസ്ഥ സംജാതമായി. അത് കഴിഞ്ഞപ്പോൾ അവര് സെക്യൂരിറ്റീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ PROനെ കാണിക്കാന്ന് പറഞ്ഞു. PROനെ കാണിക്കാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് ഒരു ഫ്ലോറിൽ അവരുടെ ഓഫീസും ഡയറക്ടറും പിന്നെ പബ്ലിക് റിലേഷൻസ് ഓഫീസറും മാത്രം ഇരിക്കുന്ന ഒരു ഫ്ലോർ ഉണ്ട്. അവിടെ പൊതുജനങ്ങൾക്ക് അങ്ങനെ പ്രവേശനമില്ല. അവിടെ ഒരു വിജനമായിട്ടുള്ള ഏരിയയാണ്. അവിടെ വെച്ച് എന്നെ ദേഹോദരം ചെയ്യുകയും എന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുകയും എന്നെ അടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ജോസ് ജേക്കബ് എന്നാണ്. ഞാൻ എന്നിട്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ CI SHO അതിനാണ് ഞാൻ പരാതി കൊടുത്തത്. എനിക്ക് പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റ് നമ്പർ എന്റെ കയ്യിലുണ്ട്. അവര് FIR ഇട്ടില്ല. അവര് FIR ഇടാതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ഞാനൊരു കസ്റ്റമറാണ്. ഞാൻ വളരെ 65 വയസ്സ് പ്രായമുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണ്. എന്റെ വൈഫ് 65 വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ്. ഇതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കുള്ള പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യാജ ഡോക്ടറെ വെച്ചിട്ട് ലിസി ആശുപത്രിയിലെ മാനേജ്മെന്റ് ജനങ്ങളെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ മാനേജ്മെന്റിന്റെ അറിവോടുകൂടി ഒരു കസ്റ്റമറായ ഞാൻ സൗജന്യമായിട്ട് ഒരു ചാരിറ്റിക്ക് വേണ്ടി ചെന്നതല്ല. അവരാവശ്യപ്പെടുന്ന പണം അടച്ച് ഒരു 10,000 രൂപ ഞാൻ ഇന്നലെ അടച്ച് അവരാവശ്യപ്പെടുന്ന ബില്ലടച്ച് ഞാൻ അവരുടെ സേവനം എനിക്ക് തരുന്നത് പണം കൊടുത്ത് വാങ്ങുന്ന സേവനമാണ്. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്കും ഒരു രോഗിയാണെന്നുള്ള നിലയ്ക്കും രോഗിയുടെ ബൈസ്റ്റാൻഡർ എന്ന നിലയ്ക്കും ഞാനല്ല ഏതൊരു വ്യക്തിയായാലും അവരോട് പെരുമാറേണ്ട രീതിക്കല്ല അവർ ഗുണ്ടായിസമാണ് എന്നോട് കാണിച്ചത്. എന്നെ വിളിച്ചു കൊണ്ടുപോയി പബ്ലിക് റിലേഷൻസ് ഓഫീസറെ കാണിക്കാം എന്ന് പറഞ്ഞ് അവർ ഇടതാഴിയിൽ കൊണ്ടുപോയി എന്നെ ബലമായി എന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി എന്നെ നെഞ്ചത്ത് ഇടിക്കുകയും നിന്നെ വേണ്ടി വന്ന് ശരിയാക്കൂടാന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവര് എന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ മുറിയിലേക്ക് വിട്ടു. അദ്ദേഹം വളരെ ജെന്റിൽ ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പേര്. പിന്നെ ഈ തല്ലി എന്ന് പറഞ്ഞ ആരാണ്? ജോസ് ജേക്കബ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഓഫീസർ. ജോസ് ജേക്കബ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഓഫീസറാണ് താങ്കളെ മർദ്ദിച്ചത്. മർദ്ദിച്ചത് ഇവരുടെ സാന്നിധ്യത്തിലാണോ? ഈ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിലാണോ?
അല്ല, ആരും കാണാതെയാണ് അവരെന്നെ മർദ്ദിച്ചത്. ആരും കാണാതെ. എന്റെ ഭാര്യ അതിന് സാക്ഷിയാണ്. ഭാര്യയുടെ മുമ്പ് വെച്ചാണോ? ഭാര്യ അവിടെ അപ്പുറത്തെ റൂമിൽ നിൽപ്പുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് എന്നെ ഉപദ്രവിക്കുന്നത്. ഭാര്യയ്ക്ക് കാണാൻ പറ്റും. അന്നേരം താങ്കൾ പറഞ്ഞില്ലേ പബ്ലിക് റിലേഷൻ ഓഫീസർ താങ്കൾ ഇതുപോലെ ഫിസിക്കലി ഉപദ്രവിച്ചു? ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കംപ്ലൈന്റിങ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. താങ്കളുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർമാരെയോ അല്ലെ ഫിസിക്കലി ആരും ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നോ? എന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല. ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഒരു ഇന്ത്യൻ പൗരന് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മളെ ഈ CCTV ക്യാമറയൊക്കെ ഉള്ള ഭാഗത്തായിരുന്നു താങ്കൾ നിന്നത്? അതെ. ആദ്യം അവരുടെ OP-ലാണ് ഞാൻ നിന്നത്. ആ കാർഡിയോക്കിന് മാത്രമായിട്ട് ഒരു OP ഉണ്ട്. അതുകൊണ്ടാണ് ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല, അതോ ഈ കാര്യങ്ങൾക്കൊക്കെ ജൂനിയർ ആയിട്ടുള്ള ഈ ഡോക്ടർ മതി എന്ന് അവർ തീരുമാനിച്ചുകൊണ്ടാണോ? എന്താ അതിന്റെ? ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എന്റെ വൈഫിന്റെ ക്യാൻസർ രോഗബാധിതയായിട്ട് 3 വർഷം മുമ്പ് മാസ്റ്റക്ടമി, അതായത് റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് ലിസി ഹോസ്പിറ്റലിലാണ് ചെയ്തത്. അന്നേരവും എന്റെ വൈഫ് കാർഡിയോളജി മെഡിസിൻ ഇവിടെ എറണാകുളത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റിനെ കണ്ട് കാർഡിയോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിൽ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ECGയിൽ ചെറിയ ചേഞ്ച് ഉള്ളത് കൊണ്ട് അനസ്തറ്റിസ്റ്റിനെ കാണുന്നതിന് മുമ്പ്, അനസ്തറ്റിസ്റ്റ് ഫിറ്റ് തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ട് അദ്ദേഹത്തിന്റെ പരിശോധനയിൽ എന്തെങ്കിലും നമ്മൾക്ക് അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കാർഡിയോളജിസ്റ്റിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മളുടെ ചികിത്സിക്കുന്ന ഡോക്ടറായ അത് ഒരു മാഡമാണ്. ഞാൻ ആ മാഡത്തിന്റെ പേര് വലിച്ചഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അവര് നമ്മൾക്ക് നല്ല സേവനമാണ് നൽകിയത്. അപ്പൊ അതുകൊണ്ട് ഞാനത് ആ മാഡത്തിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് അവരെ കുറിച്ച് യാതൊരു പരാതിയില്ല, എന്റെ ഭാര്യയ്ക്കോ അവരെ കുറിച്ച് യാതൊരു പരാതിയില്ല. അവിടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, ഒരു ലേഡി ഡോക്ടറാണ്. ആ ഡോക്ടറുടെ എഴുതി തന്ന റെഫറൻസോട് കൂടിയാണ് ഞങ്ങൾ കൃത്യമായിട്ട് അവര് ഏത് ഡോക്ടർക്കാണ് റെഫർ ചെയ്തതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നേരത്തെ സംഭവിച്ച ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ പറയാം. അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വൈഫിന്റെ റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അതിനെ മാസ്റ്റക്ടമി എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. അത് ചെയ്ത സമയത്തും ഇതേപോലെ ആ ഡോക്ടർ സർജനാണ് അത് ചെയ്തത്. ജനറൽ സർജനാണ് ചെയ്തത്. ആലുവയിലുള്ള ഒരു ഡോക്ടറാണ്, എന്റെ വീടിനടുത്തുള്ള ഒരു ഡോക്ടറാണ്, ജോസ് മാമ്പുള്ളി എന്ന് പറയുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റിന് റെഫർ ചെയ്തപ്പോ അന്ന് അവര് ഈ ഡോക്ടർ അജിത് കുമാർ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ്, കാർഡിയോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളെ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോ ഞാൻ അന്നും പ്രൊട്ടസ്റ്റ് ചെയ്തതാണ്. അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അവര് അത് മനസ്സിലാക്കി, അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേറെ ഡോക്ടറെ, ഈ മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഡോക്ടറെ ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് അവസരം ഉണ്ടാക്കുകയും അന്ന് നല്ല രീതിയിൽ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു പോരുകയും ചെയ്തു. വീണ്ടും ഇപ്പൊ എന്റെ വൈഫിന് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു. ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു ആ ലേഡിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആ ലേഡിയുടെ പേര് റിജി ബൈജു എന്നാണ്. അവര് വന്നിട്ട് പെട്ടെന്ന് ഞാൻ പ്രതികരിച്ചു, ഈ ഡോക്ടർ എന്താണ് കാർഡിയോളജിസ്റ്റ് അല്ല എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇതിനു മുമ്പ് 3 വർഷം മുമ്പും എനിക്ക് അനുഭവം ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ഡിഗ്രി അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണേലും ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, വിവരമുള്ള ആൾക്കാർക്ക്. അപ്പൊ നമ്മളെ മന്ദബുദ്ധികളാക്കുകയും പൊട്ടന്മാരാക്കുകയും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും നമ്മളെ ചൂഷണം ചെയ്യുകയും അവിടെ വരുന്ന രോഗികൾക്ക് യാതൊരു വിവരമില്ല എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഈ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാതെ ഈ ഡോക്ടറെ കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് നമ്മളെ ഒരു എന്താ പറയാ വിഡ്ഢികളാക്കുന്ന ഒരു മാനേജ്മെന്റിന്റെ രീതിയാണ് അവിടെ നമുക്ക് അനുഭവം ഉണ്ടായത്. അത് മാത്രമല്ല, എന്റെ പരാതി, എനിക്ക് ഉണ്ടായിരുന്ന വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു 65 വയസ്സ് പ്രായമുള്ള സീനിയർ സിറ്റിസൺ ആയ എന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറായ ജോസ് ജേക്കബ് വിളിച്ചുകൊണ്ട് പോയി എന്നെ മർദ്ദിച്ചിട്ട് പറഞ്ഞ് എന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ പബ്ലിക് റിലേഷൻ മാനേജറായ ശ്രീ രാജേഷിനെ പോയി കണ്ടപ്പോൾ രാജേഷ് എൻ്റെ അടുത്ത് വ്യക്തമായി സംസാരിച്ചു, ഈ ഡോക്ടർ അജിത് കുമാർ കാർഡിയോളജിസ്റ്റ് അല്ല എന്ന് എന്നോട് വ്യക്തമായി സംസാരിച്ചു. ഞാനത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പിന്നീട് സംസാരിച്ചില്ല ഒന്നും. ഇതാണ് എനിക്കുണ്ടായ അനുഭവം. ഈ അനുഭവം ഗുണ്ടായുസത്തില് ജനങ്ങളെ മെരുക്കുന്ന ഒരു അവസ്ഥ ലിസി ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്നും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗുണ്ടായുസമാണ് നടക്കുന്നത്. അവിടെ നമ്മൾ എന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവിടെ സെക്യൂരിറ്റിനെ കൊണ്ട് നമ്മളെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ അന്നേരം എറണാകുളം നോർത്ത് കസ്ബ പോലീസ് സ്റ്റേഷനിൽ പോയി രേഖാമൂലം പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെയാണ് സംഭവം നടന്നത്. ഈ വ്യക്തിയെ പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. എനിക്ക് കേസുമായിട്ട് മുൻപോട്ട് പോകണമെന്ന് ഞാൻ അവിടുത്തെ SHO ആയോട് സംസാരിച്ചു. അദ്ദേഹം ഒരു തീരുമാനം എന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരു പബ്ലിക്കിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഒരു മീഡിയയിൽ വിളിച്ച് പറയുന്നത്. ജോയി ആന്റണി,
തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആശുപത്രി കച്ചവടം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, രോഗികളും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും നിങ്ങളുടെ കസ്റ്റമേഴ്സാണ്. പല കോർപ്പറേറ്റ് ആശുപത്രികളിലും നല്ല ഒന്നാന്തരം ഗുണ്ടകളെ സഫാരി സൂട്ടും ഒക്കെ ഇടിയിപ്പിച്ച് എമർജൻസി റെസ്പോൺസ് ടീം എന്ന പേരിൽ നിർത്തിയിട്ടുണ്ടാവും. അതുപോലെ ഇവരുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ഓൺ കോളിൽ വേഗം എത്തുവാൻ പറ്റുന്ന നല്ല കൊട്ടേഷൻ ടീമുകളെയും ലൈനപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർക്ക് എന്താണ് പറയുവാനുള്ളത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്നാണ് മറുപടി ലഭിച്ചത്. ഈ ദുരനുഭവം കത്തോലിക്ക സഭയുടെ മാനേജ്മെന്റിന് കീഴിലുള്ള വൈദികർ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴാണ് കഷ്ടം എന്ന് പറഞ്ഞു പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.